അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഖുറാനിക് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഏതൊരു മനുഷ്യനും വളരെയേറെ ഇഷ്ടമുള്ള ഒന്നാണ് മുഖസൗന്ദര്യം എന്ന് പറയുമ്പോക്കിന് എന്താ കൂടുതൽ വെളുപ്പ് കളറ് അല്ല, അങ്ങനെയൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുഖം ഒന്ന് ക്ലിയറായി നിൽക്കുക, അല്ലേ? അത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടി പല ക്രീമുകളും മറ്റും ഓൺലൈനിൽ നിന്നും വാങ്ങി തേക്കുന്നവരാണ് നമ്മൾ പലരും. വളരെയേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീമുകളൊക്കെ നമ്മളിൽ പലരും തേക്കലുണ്ട്. അതിന് വളരെയധികം സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. അതൊന്നും നമ്മൾ വകവെക്കാതെയാണ് പല ക്രീമുകളും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ഖുർആനിക മരുന്നായത് കൊണ്ട് നമുക്ക് എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വെറും നിറം മാത്രം അല്ല കേട്ടോ ഭംഗി എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തിനും പ്രതിവിധി നമ്മുടെ ഖുർആനിലുണ്ടല്ലോ. അലി റളിയല്ലാഹു പറഞ്ഞ ഒരു വാക്കാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് കേട്ടോ. ഈ ഭംഗിയുള്ളവരൊക്കെ നന്മയുള്ളവരാവണമെന്നില്ല, പക്ഷേ നന്മയുള്ളവരൊക്കെ ഭംഗിയുള്ളവരാണ്. അപ്പോൾ നമ്മളിലൊക്കെ നന്മയുണ്ടാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മരണം വരെ മുഖത്ത് ഭംഗി നിലനിർത്തുന്ന ഒരു ഖുർആനിക ടിപ്സാണ്. ഇതാണ് ആ ഖുർആനിക ടിപ്സ്. റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഓതി നമ്മുടെ കയ്യിൻ്റെ അടി ഊതിയതിന് ശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞ് 3 തവണ മന്ത്രിക്കുക. അതിന് ശേഷം നമ്മുടെ മുഖം നന്നായി തടവുക. ഇൻഷാ അല്ലാഹ് മരണം വരെ നിൻ്റെ മുഖത്ത് ആ ഒരു ശോഭ എന്നും നിലനിൽക്കും. ഇൻഷാ അല്ലാഹ് ഇത് പതിവായി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.